ജാസ്മിന്റെ വാപ്പ ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട്. പുള്ളിക്കൊരു പക്ഷേ വരാൻ താല്പര്യമില്ലായിരുന്നിരിക്കാം. പുള്ളിക്കറിയാലോ ബ്ലോക്കുള്ള കാര്യം ആളുകൾ എടുത്ത് പറയും, ബേക്കറിയിൽ കണ്ട കാര്യമൊക്കെ എടുത്ത് ചോദിക്കും. ജാസ്മിനുമായി ഫോണിൽ സംസാരിച്ച എന്തെന്ന് വരെ അവിടെയുള്ള മത്സരാർത്ഥികളൊക്കെ ചോദിക്കുമെന്ന് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു പക്ഷേ ബിഗ് ബോസ് നിർബന്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ചാവും പുള്ളി അകത്തേക്ക് കയറുക. പുള്ളിയെ ട്രോളുന്നതിന്റെയും പുള്ളിക്കെതിരെയുള്ള ചോദ്യങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരു ഗെയിം ബിഗ് ബോസിന് അവിടെ കളിക്കാൻ പറ്റും. അത് കളിച്ചാൽ ജാസ്മിനും വാപ്പയും പെട്ടുപോകും. പക്ഷേ TRP റോക്കറ്റ് തന്നെയാവും. വാപ്പ വന്നു കഴിഞ്ഞ് ഒരു അരമണിക്കൂറിന് ശേഷം ഗബ്രിയെ കൂടെ എത്തിച്ചു കഴിഞ്ഞാൽ വാപ്പ നിൽക്കുമ്പോൾ ജാസ്മിന്റെ റിയാക്ഷൻ എന്താവും? ഇനിയിപ്പോ ഗബ്രി വന്നില്ലെങ്കിൽ തന്നെ ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട് വാപ്പയ്ക്ക് മാറാവുന്നതാണ്. ഗബ്രിയുമായിട്ടുണ്ടായിട്ടുള്ള അടുപ്പം കൊണ്ട് ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ട വ്യക്തിയാണ് ജാസ്മിൻ. അതുകൊണ്ട് തന്നെ ജാസ്മിന്റെ വീട്ടിൽ നിന്നും വന്ന് ആ കാര്യത്തിൽ ജാസ്മിനെ വീണ്ടും ഗുണദോഷിച്ച് ജാസ്മിനെതിരെ സംസാരിക്കുകയാണെങ്കിൽ അത് പ്രേക്ഷകർക്ക് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കാരണമായേക്കാം. ആരാണെങ്കിലും ഒരു പരിധിക്ക് അപ്പുറത്തേക്കൊക്കെ അനുഭവിക്കുന്നത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് സങ്കടം തോന്നും. പണ്ട് ജാസ്മിന്റെ വാപ്പ ബിഗ് ബോസിൽ വിളിച്ച കാര്യം പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തതിന് സീക്രട്ട് ഏജന്റിനെ മറ്റൊരു ഇന്റർവ്യൂവിൽ വെച്ച് ജാസ്മിന്റെ വാപ്പ ട്രോളി ഒരു പരുവമാക്കിയിട്ടുണ്ടായിരുന്നു. വാപ്പ എത്തുമ്പോൾ സായി ഇതൊരു അവസരമായിട്ടെടുത്ത് ബേക്കറി എന്നൊക്കെ പറഞ്ഞ് ട്രോളിയാൽ അത് വാപ്പയ്ക്ക് ഇഷ്ടമായില്ലെങ്കിൽ മിക്കവാറും പ്രോമോ ആയിട്ട് വൈകിട്ട് കാണേണ്ടി വരും. എല്ലാവരുടെയും വീട്ടിൽ നിന്ന് വന്നതുകൊണ്ട് തിരിച്ചു പണിയാൻ ജാസ്മിൻ ഇനി ഒരു അവസരമില്ല. ബാക്കിയുള്ളവരുടെ വീട്ടുകാർ വന്നപ്പോൾ ജിൻഡോയുമായിട്ട് അടിയുണ്ടാക്കാൻ വന്നതൊക്കെ ജിൻഡോ മറന്നാൽ ജാസ്മിന് കൊള്ളാം. പണി എവിടെ നിന്നൊക്കെ വരുമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ജാസ്മിനുള്ളത്.